മീമാംസാദി ശാസ്ത്രങ്ങൾ തൻ്റെ അച്ഛനിൽ നിന്നും, വേദം മുഴുവനും മാധവൻ ഓദിക്കനിൽ നിന്നും, തർക്കം ദാമോദര ജ്യേഷ്ഠനിൽ നിന്നും, വ്യാകരണം പണ്ഡിതശ്രേഷ്ഠനായ അച്യുത പിഷാരടിയിൽ നിന്നും, കുറച്ച് കവിത്വം അവരുടെ എല്ലാം കാരുണ്യത്തിൽ നിന്നും എനിക്ക് ലഭിച്ചു എന്നാണ് മേൽപ്പത്തൂർ തന്നെ തൻ്റെ പ്രക്രിയാ സർവസ്വത്തിൽ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗുരുവായ അച്യുത പിഷാരടിയുടെ മരുമകളെയാണ് വിവാഹം ചെയ്തത്. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം മേൽപ്പത്തൂരിൻ്റെ ജീവിതം കുറച്ച് ഭോഗാസക്തമായി എന്നാണ് പറയണത്. അതായത് വേദശാസ്ത്ര പുരാണാദികളിലൊക്കെ താല്പര്യം ചുരുങ്ങി വന്നു. ഇന്ത്യസുഖങ്ങളിൽ അധികം ആണ്ട് മുഴുകാൻ തുടങ്ങി. യഥാസമയം കുളി, സന്ധ്യാവന്ദനം മുതലായൊക്കെ ഇല്ലാതെയായി. പിഴച്ചു വഴിക്കുള്ള ഈ പോക്ക് അച്യുത പിഷാരടിയെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്കിലും ഒന്നും മിണ്ടാതെ കുറച്ച് കാലം കഴിച്ചു കൂട്ടിയെന്നാണ് പറയണത്. അങ്ങനെ ഇടയിലാണ് ഒരു ഭട്ടതിരിപ്പാടിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു സംഭവം ഉണ്ടാവണം. അതായത് ഒരു ദിവസം രാവിലെ സമയം 4-5 നാഴിക പുലർന്നിരിക്കണു. അച്യുത പിഷാരടി കുളി, ജപം, മാലകെട്ട് മുതലായ പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ഗ്രഹത്തിൽ വന്നിരുന്നു. ജ്യോതിഷം പഠിക്കുന്ന ശിഷ്യന്മാർ ഉമ്മർത്തിരുന്ന് പഞ്ചാംഗം കാണാനും ഗ്രഹങ്ങളെ ഗണിക്കാനും ഒക്കെ തുടങ്ങിയിരിക്കണു. അവരുടെ ഗണിതത്തിൽ ശ്രദ്ധിച്ചും കൊണ്ടും വേണ്ടത് പറഞ്ഞു കൊടുത്തും കൊണ്ട് അച്യുത പിഷാരടി അവിടെ തന്നെ ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ ഭട്ടത്തിരി ഉറക്കം വന്നിട്ട് എഴുന്നേറ്റ് വരുന്നത്. അല്പം ഒരു സങ്കോചത്തോടു കൂടി 2 വരിയായി കഴിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ കൂടിയിട്ട് പുറത്തേക്ക് ചാടി കടന്നുപോയി. മുറ്റത്തിറങ്ങി എന്ന് കണ്ടപ്പോൾ അച്യുത പിഷാരടി പറയാണ്, കഷ്ടം, നല്ലൊരു ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ട് അതിങ്ങനെ പാഴാക്കി കളയുന്നുവല്ലോ എന്ന് വളരെ സങ്കടത്തോടു കൂടി എല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ കുറച്ചുറക്കെ ആത്മകഥ രൂപത്തിൽ പറഞ്ഞു. അത് മേൽപ്പത്തൂർ കേട്ടു. ആ വാക്ക് ഭട്ടതിരിയുടെ ഉള്ളിൽ കൊണ്ടു എന്ന് പറയണു. അല്പം ഒന്ന് നിന്ന് ആലോചിച്ചു. വേഗത്തിൽ പോയി കുളിച്ച് സന്ധ്യാവന്ദനാദികളൊക്കെ കഴിച്ച് അച്യുത പിഷാരടിയുടെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. മഗ്നം മഹാമോഹമയേ മഹാബ്ദോ മന്ദം മഹാത്മൻ മമതാകുലേന കൃപാപയോദേ മനസ്സോദ്ധരാമും കൃത്തോടുവം ജ്ഞാനമയം പ്രപന്നം. അതായത് കൃപാസമുദ്രമായ മഹാത്മാവേ, അജ്ഞാന മഹാസമുദ്രത്തിൽ മുങ്ങിയ ഈ ഭാഗ്യഹീനനെ സ്നേഹപരവശമായ മനസ്സുകൊണ്ട് ജ്ഞാനം പൊങ്ങുതടി ഉണ്ടാക്കിത്തന്ന് പിടിച്ചു കയറ്റണേ. അവിടുന്ന് മാത്രമേ ഈ ഉള്ളവന് ശരണമായിട്ടുള്ളൂ എന്നർത്ഥം. അന്നു മുതൽ മേൽപ്പത്തൂരിൻ്റെ സ്വഭാവം ആകെ മാറി. യൗവനജാപലൊക്കെ തീരെ നീങ്ങി, ഭോഗാലസതയൊക്കെ പിന്തിരിഞ്ഞു. അച്യുത പിഷാരടിയുടെ അടുക്കൽ വ്യാകരണം പഠിക്കാൻ തുടങ്ങി. മുമ്പ് വേദാംഗമായ വ്യാകരണം മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ പഴനിയ വ്യാകരണം ഒന്നും പഠിച്ചിട്ടുണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അച്യുത പിഷാരടിക്ക് വ്യാകരണം പഠിപ്പിക്കാൻ നല്ലൊരു ശിഷ്യനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ നല്ല ഗുരുശിഷ്യന്മാരുടെ യോഗം വ്യാകരണ ശാസ്ത്രത്തിന് തന്നെ പുരോഗതിക്ക് കാരണമായി ഭവിച്ചു എന്ന് പറയുന്നു. കാവ്യപ്രകാശം, അലങ്കാര സർവസ്വം, ദശരൂപകം മുതലായ അലങ്കാര ശാസ്ത്ര ഗ്രന്ഥങ്ങളും അവിടെ തന്നെ പഠിച്ചു. മറ്റു ശാസ്ത്രങ്ങൾ പലതും പഠിച്ച് ബുദ്ധിക്ക് വെളിച്ചം കിട്ടിയ ആളായിരുന്നത് കൊണ്ട് ഭട്ടതിരി അതൊക്കെ അതിവേഗത്തിൽ പഠിച്ച് കയറി വന്നു. ഗുരുവിൻ്റെ പേര് മേൽപ്പത്തൂരിന് ഭക്തി ബഹുമാനങ്ങൾ മേൽക്കുമേൽ വർദ്ധിച്ചു വരികയും ചെയ്തു. അതുപോലെ ഗുരുവിന് ശിഷ്യൻ്റെ പേരിലും സ്നേഹവാത്സല്യങ്ങൾ കൂടി വന്നു. ഈ സമയത്താണ് അച്യുത പിഷാരടിക്ക് വാതരോഗം ബാധിച്ച് കിടപ്പിലാവുകയാണ്. ശിഷ്യൻ ശ്രദ്ധാപൂർവം ഗുരുവിനെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഗുരുവിൽ നിന്ന് വാതരോഗം ഭട്ടതിരിപ്പാട് ഏറ്റുവാങ്ങിയിട്ടാണ് വാങ്ങിയ സമയത്താണ് പിഷാരടിയുടെ വാതക്ലേശങ്ങൾ കുറഞ്ഞു വന്നു. പക്ഷേ ഭട്ടതിരിയിൽ രോഗലക്ഷണങ്ങൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങി പറയണു. എന്നാൽ അദ്ദേഹത്തിന് യാതൊരു അധൈര്യവും മനക്ലേശവും ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ചികിത്സകളായിട്ടും പ്രായശ്ചിത്തങ്ങളായിട്ടൊക്കെ പലവിധം പരിഹാരങ്ങൾ മേൽപ്പത്തൂർ ചെയ്തു നോക്കി. പക്ഷേ രോഗത്തിന് കുറവൊന്നും വരുന്നില്ല. കുറച്ച് ദിവസം അങ്ങനെ കിം കർത്തവ്യത മൂടനായിട്ട് കഴിഞ്ഞുകൂടി. ഒടുവിൽ ഗുരുവായൂർ പോയിട്ട് ഭജനം നടത്തിയാൽ തനിക്ക് രോഗങ്ങളിൽ നിന്നും പരിപൂർണ്ണ വിമുക്തി കിട്ടുമെന്ന് ഒരു തോന്നലുണ്ടായി. ഗുരുവായൂർ ഭജനം വാതരോഗം മാറാൻ നല്ലതാണ് എന്ന വിശ്വാസം അന്ന് പരക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. മേൽപ്പത്തൂരിൻ്റെ സമകാലികനായ വാസുദേവക കവി ഭ്രമര സന്ദേശത്തിൽ അത് പറഞ്ഞു കാണുന്നുമുണ്ട്. ഗുരുവായൂരപ്പനെ പറ്റിയിട്ട് അതിൽ പറയുകയാണ്, യസ്മിൻ ദേവ സ്വയമഭി മഹാപാവന പാവനാനാം ആതങ്കാനാം ഉപശമയിത വാസദേ വാസുദേവ എന്ന്. അതായത് പാവനങ്ങളായ ആതങ്കങ്ങൾ ശമിപ്പിക്കുന്ന വാസുദേവൻ ഗുരുവായൂരിൽ ശോഭിക്കുന്നു എന്നർത്ഥം. പാവനങ്ങളായ ആതങ്കങ്ങൾ പറയുമ്പോൾ പവന സംബന്ധികളായ രോഗങ്ങൾ, അതായത് വാതരോഗമൊക്കെ പലർക്കും ഗുരുവായൂരപ്പനെ ഭജിച്ച് വാദം മാറിയിട്ടുണ്ട് എന്നുള്ള അനുഭവം ഉണ്ടായിരുന്നു. ഗുരുവായൂർ താമസിച്ച് ഭജിക്കാനുള്ള ആരോഗ്യം കിട്ടുകയാണെങ്കിൽ ഉടനെ അങ്ങോട്ട് പോകാം എന്ന് ഭട്ടതിരിപ്പാട് തീരുമാനിച്ചു. വേഗത്തിൽ എൻ്റെ രോഗത്തിന് ആശ്വാസം കിട്ടണേ ഗുരുവായൂരപ്പ എന്ന് ഉള്ളു ചുട്ടു പ്രാർത്ഥിച്ചു. ആശ്വാസം കിട്ടുമെന്ന് വിശ്വസിക്കുകയും ചെയ്തു. വിശ്വാസമാണല്ലോ എപ്പോഴും പ്രധാനം. ആശ്രിത വാത്സല്യനിധിയായ ഗുരുവായൂരപ്പൻ പ്രാർത്ഥന സ്വീകരിച്ചു. ക്രമത്തിൽ രോഗം കുറഞ്ഞു വന്നു എന്ന് പറയുന്നു. അങ്ങനെ കൊല്ലവർഷം 761 പോകുന്ന ചിങ്ങമാസം 19-ാം തീയതി തിരുവോണ ദിവസം ഊണ് കഴിഞ്ഞ് മേൽപ്പത്തൂർ ഭട്ടതിരി അനുജൻ മാധുദത്തനോടൊപ്പം ഗുരുവായൂർക്ക് പുറപ്പെടുകയാണ്. പുറപ്പെടുന്നതിന് മുമ്പ് ഗുരുവായ അച്യുത
അച്യുത പിഷാരടിയുടെ അനുഗ്രഹവും അനുവാദമൊക്കെ വാങ്ങി ഭക്തോത്തമനായ തുഞ്ചത്തെഴുത്തച്ഛനെയും വിവരം അറിയിച്ചു. അദ്ദേഹം ഫലിത രൂപത്തിൽ പറഞ്ഞത് മീൻ തൊട്ട് കൂട്ടാൻ പറഞ്ഞേക്കുക ചെയ്തത്. മത്സ്യാദ്യവതാര കഥകളെ ആസ്പദമാക്കി സ്തോത്രങ്ങൾ നിർമ്മിക്കാനുള്ള എഴുത്തച്ഛൻ്റെ നിർദ്ദേശം മേൽപ്പത്തൂർ സ്വീകരിച്ചു. അങ്ങനെ പുതിയ ഭാഗവത സ്തോത്രം ഉണ്ടാക്കി സ്തുതിച്ച് സേവിക്കാനാണ് തീർച്ചപ്പെടുത്തിയത്. ബാക്കി ഭാഗം അടുത്ത ശ്ലോകത്തിൽ.